ഹായ് എസ്.എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉറപ്പായിട്ടും തകരും. അതായത് നിങ്ങളുടെ പ്രണയബന്ധം ബ്രേക്കപ്പ് ആവും എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രേക്കപ്പിനുള്ള 4 റീസൺസ് ആണ്. പൊതുവെ നമ്മൾ കാണാറുള്ള 4 റീസൺസ്. അപ്പോൾ നമുക്ക് അത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്പർ 1, നമ്മളുടെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് മിക്ക റിലേഷൻഷിപ്പിലും പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി സമയം നൽകാത്തൊരു പേഴ്സണിന് വേണ്ടി നമ്മൾ സമയം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ നമ്മുടെ എഫേർട്ടും ടൈമും മുഴുവൻ ആ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവും. നമ്മൾ എത്ര തിരക്കാണെങ്കിലും സമയം കണ്ടെത്തി അവരെ വിളിക്കുക, മെസ്സേജ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ മുടങ്ങാതെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവുക അവരുടെ ഭാഗത്ത് റിപ്ലൈ വരും, അല്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കും, ഇതൊക്കെ ആയിരിക്കും. പക്ഷേ അവർ എത്ര ഫ്രീ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളെ വിളിക്കില്ല, നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാവില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ടൈം നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ടാവും, പക്ഷേ അവരുടെ ഫ്രീ ടൈം പോലും അവർ നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇത് ആദ്യമൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, തിരക്കാവെന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ കുറേ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങളത് ഹേർട്ട് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഇത് എൻ്റെ ടൈം ഞാൻ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇവർക്ക് എന്താണ് റിലേഷൻഷിപ്പിന് താല്പര്യമില്ലേ, എന്നോട് ഇഷ്ടമില്ലേ എന്നുള്ളൊരു തോന്നൽ, ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ വരുന്നുണ്ടാവും. അത് നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, എത്ര തിരക്കുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ തിരക്കിൻ്റെ ഇടയിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ടൈം അവർ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഒരു സുഖവിവരം അന്വേഷിക്കാനായിട്ട് നിനക്ക് കുഴപ്പമില്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ എങ്കിലും അവർ നിങ്ങളോട് ചോദിക്കുന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തിരക്കാണ്, വിളിക്കാൻ പറ്റാഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിലെങ്കിലും അവർ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. ഇതൊന്നും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർക്ക് നിങ്ങളോടോ ഈ റിലേഷൻഷിപ്പിനോടോ താല്പര്യം കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്യാതിരിക്കുന്നുണ്ടാവുക. ഇത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുന്നുള്ളതാണ്. അതായത് നിങ്ങൾ അങ്ങോട്ട് കുറേ ഇങ്ങനെ എഫേർട്ട് എടുക്കുന്നുണ്ട് അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാനും റിലേഷൻഷിപ്പ് നിലനിർത്താനും വേണ്ടിയിട്ട്. ബട്ട് അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും കാണാതെ വരുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും, ഇത് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, ഒന്നില്ലെങ്കിൽ എന്നെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ് എന്നുള്ളത്. ഇത് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ അത്രയും കാലം കൊടുത്തിരുന്ന ആ ഒരു എഫേർട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ടൈം, ഇതൊക്കെ നഷ്ടമാവുകയാണെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ പിന്നീട് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടാവില്ല. ഇത് ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലും നമ്മൾ കാണുന്ന പ്രോബ്ലമാണ്. ഇതും ആ റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണമായിട്ട് മാറാം. ദെൻ നമ്പർ 2, നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളെ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന ഒരു പേഴ്സണ് നിങ്ങൾ പരിഗണന നൽകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചില ആളുകളുണ്ട്, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിൽ വെച്ചിട്ട് ആ ദേഷ്യം പ്രകടിപ്പിക്കുന്ന കുറച്ച് പേര്. ഇവരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എത്ര ആള് നമ്മുടെ ചുറ്റും ഉണ്ടോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവരുടെ ദേഷ്യം അവർ അവിടെ കാണിക്കുക, അവരുടെ ഫീലിങ്സ് എന്താണ് അത് അവർ ഓപ്പൺ ആയിട്ട് കാണിക്കുക. ഇങ്ങനെയാണ്. ഫീലിങ്സ് എല്ലാം ഒന്നും കാണിക്കുന്നുണ്ടാവില്ല, പക്ഷേ ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ കാണിക്കുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ കാണുന്ന സമയത്തും ഇപ്പൊ നമ്മളോട് ഇവരിങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവർക്ക് വലിയ ഇമ്പോർട്ടൻസും പരിഗണനയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. തിരിച്ച് നമ്മൾ അവരൊരു വാക്കുകൊണ്ട് പോലും നോവിക്കുണ്ടാവില്ല. ഇവിടെ നിങ്ങൾ ഇരയായി മാറുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഏത് സമയത്തും അവരുടെ ദേഷ്യം കാണിക്കാനുള്ള ഒരു ഇര മാത്രമായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യണത്. അവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം, നിങ്ങൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല. ഇവിടെ നിങ്ങളുടെ വാല്യൂ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. മീൻസ് നിങ്ങളുടെ വാല്യൂ തീരെ ഇല്ലാത്ത രീതിയിലേക്കായിരിക്കും മാറുന്നുണ്ടാവുക. ഇതും നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങളെ ഇവർ പബ്ലിക്കിൽ വെച്ചൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന സമയത്തൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇവർ ഓപ്പൺ മൈൻഡഡ് ആണ്, അല്ലെങ്കിൽ മനസ്സിലൊന്നും വെക്കാൻ കഴിവില്ലാത്ത ആളുകളാണ്, ഇതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ പബ്ലിക്കായിട്ട് തന്നെ ചിലപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടാവുക എന്നൊക്കെ നിങ്ങൾ ആദ്യം വിചാരിക്കുന്നുണ്ടാവും. ചെറുതായിട്ട് നിങ്ങൾക്ക് വിഷമം തോന്നിയാലും ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു പേഴ്സന്റെ മുമ്പിൽ വെച്ച് നമ്മൾ അവരെ ചെറുതായിട്ടൊന്ന് ചീത്ത പോലും പറയില്ല, അവരെ വിഷമിപ്പിക്കില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളോട് പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല, വാല്യൂ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവർക്ക് ഇങ്ങനെ ഇമ്പോർട്ടൻസും പരിഗണനയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അവരുടെ ഭാഗത്തുനിന്നൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാരണവും റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള കാരണമായിട്ട് മാറാം. ദെൻ തേർഡ് പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സന്റെ അടുത്ത് ഒരുപാട് അറ്റാച്ച്ഡ് ആയിരിക്കും, പക്ഷെ അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇതും ഇത്തരത്തിൽ ഒരു ബ്രേക്കപ്പിനുള്ള കാരണമാവാം. അതായത് നിങ്ങൾക്ക് അവരില്ലാണ്ട് പറ്റില്ല എന്നൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം. ഇപ്പൊ നിങ്ങൾ ആ റിലേഷൻഷിപ്പ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടാവും, ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ജീവനായിട്ട് കാണുന്നുണ്ടാവും. അപ്പൊ ഇയാളില്ലാണ്ട് എനിക്ക് പറ്റില്ല, ഇനി ഇയാളാണ് എൻ്റെ ലോകം, ഇവർക്കാണ് എനിക്ക് സന്തോഷം തരാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അവർ ഈ രീതിയിലൊന്നും ആവില്ല. അവർ ചിലപ്പോൾ അവരുടെ സ്വന്തം കാര്യം നോക്കുന്ന ആളുകളായിരിക്കും, അവരുടെ ഹാപ്പിനെസ് എന്താണ് അതിന്റെ പുറകെ പോകുന്ന ആളുകളായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ പ്രത്യേകിച്ച് വാല്യൂ ഇമ്പോർട്ടൻസ് ഒന്നും തരുന്നുണ്ടാവില്ല, അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കുന്നുണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങളിൽ നിന്നും വളരെ അധികം അകന്നവർ പോകുന്നുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഒരുപാട് അവരിൽ അറ്റാച്ച്ഡ് ആണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാവും അവരിൽ നിന്ന്. എന്നെ ഒരുപാട് സ്നേഹിക്കും, അല്ലെങ്കിൽ എന്നെ ഒരുപാട് കെയർ ചെയ്യും, ഇഷ്ടപ്പെടും, ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾ അവരിൽ നിന്നും ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ ഈ രീതിയിലൊന്നും അവർ തരുന്നുണ്ടാവില്ല. അതായത് അവർക്ക് നിങ്ങളുടെ കാര്യം നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ടൈം ഇല്ലാത്തതുപോലെ കാണിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഇഷ്ടക്കുറവൊക്കെ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റിലേഷൻഷിപ്പിനെ അത്ര കണ്ട് സീരിയസ് ആയിട്ട് കാണുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ നിങ്ങളിലുള്ള അറ്റാച്ച്മെന്റ് കൂടുതലും അവർ നിങ്ങളിൽ നിന്നും അകന്നിരിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടെ മനസ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷനും ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നീട് റിലേഷൻഷിപ്പിനെ ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടെത്തിക്കാം. ദെൻ ലാസ്റ്റ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർ നിങ്ങളെ തീരെ കെയർ ചെയ്യുന്നില്ല. ഇത് ഒട്ടുമിക്ക റിലേഷൻഷിപ്പിലും കാണുന്നതാണ്. നമ്മൾ റിലേഷൻഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് ചിലത് മാത്രം ഭയങ്കര പെർഫെക്റ്റ് മാച്ചായിട്ട് നമുക്ക് തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നുണ്ടാവും, സ്നേഹിക്കുന്നുണ്ടാവും, ഭയങ്കര ഈക്വൽ ആയിട്ട് അവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ചില റിലേഷൻഷിപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ മറ്റാൾ കെയർലെസ് ആയിരിക്കും, തീരെ കെയർ ചെയ്യുന്നുണ്ടാവില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അവരെന്താച്ചാ ആയിക്കോട്ടെ, എന്താച്ചാ ചെയ്തോട്ടെ, ഈ രീതിയിലാവും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ കെയർ ചെയ്യുന്ന പേഴ്സൺ തിരിച്ചും ആ കെയർ ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ അവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അപ്പോൾ തിരിച്ചെനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുമായിരിക്കും, എന്നെ ഒന്ന് ശ്രദ്ധിക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കും. ഇതൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒട്ടുമിക്ക ആളുകളുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ആ പേഴ്സണെ ട്രീറ്റ് ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെ അവർ നമ്മളെയും ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഞാൻ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നോട് അങ്ങനെയൊക്കെ സ്നേഹം കാണിക്കണം, അല്ലെങ്കിൽ കാണിക്കും, ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കും, ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഒട്ടുമിക്ക ആളുകളും. പക്ഷേ ഈ പ്രതീക്ഷയൊക്കെ തെറ്റുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്താണ് പിന്നീട് നമുക്ക് ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ മൈൻഡിലേക്ക് വരാം. സോ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ അതത്ര വലിയ കാര്യമാക്കുണ്ടാവില്ല. അതായത് ഇത് അവളുടെ ഉത്തരവാദിത്തമല്ലേ, അല്ലെങ്കിൽ അവൻ ചെയ്യേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ അതിന് തള്ളിക്കളയും. അപ്പം ഇങ്ങനെ തള്ളിക്കളയുന്ന ആളുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്കൊന്നും തന്നെ ഒരു വാല്യൂ കൊടുക്കാത്തതുപോലെ, അല്ലെങ്കിൽ ബഹുമാനം നൽകാത്തതുപോലെ നമുക്ക് തോന്നും. അതല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവർ അറിയിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അവരെന്ത് ചെയ്തു തരുമ്പോഴും നമ്മൾ അതിനുള്ള നന്ദി പ്രകടിപ്പിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സന്തോഷം കാണിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് തോന്നും ഇത് ചുമ്മാതെയാണ്, വെറുതെയാണ് ഞാനിതിൽ നിൽക്കുന്നത്, ഇവർക്കൊന്നും എന്നെ അത്ര വലിയ ഇഷ്ടമല്ല, ഇങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതും നമുക്ക് ബ്രേക്കപ്പ് ആവാം എന്നൊരു ചിന്തയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അധികകാലം അത് മുന്നോട്ട് പോയില്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളാണ് എല്ലാ ഭാഗത്തിലും താഴ്ന്നു കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ പേഴ്സണ് നിങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ മുമ്പിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ താഴ്ന്നു കൊടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ലൈഫ് കൂടി വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ എല്ലാവരുടെയും ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കതിൽ നേടാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഒന്നിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. അതായത് നമ്മുടെ ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ആണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് അവരാണ് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും താഴ്ന്നു തരുന്നത്, നിങ്ങളാണ് കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നിങ്ങളൊന്ന് താഴ്ന്നു കൊടുക്കുക. അവർ ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ, സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇഷ്ടം, പ്രണയം എന്നുള്ളത് തന്നെയാണ്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. സോ ആ സ്നേഹം തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല, കൂടുതലാവേ ചെയ്യുള്ളൂ അവരുടെ ഇഷ്ടവും നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒക്കെ. അപ്പോഴാണ് നമുക്ക് വളരെ ഭംഗിയുള്ള ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. സോ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ടോ സ്നേഹം തിരിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക, റിലേഷൻഷിപ്പിനെ ഭംഗിയുള്ളതാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അതിൽ ഇല്ലാതിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്